SDPI നെടുങ്കണ്ടം കിഴക്കേക്കവലിയിൽ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക കൊടിമരം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. SDPIക്കെതിരെ ആസൂത്രിതമായി നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കൊടിമരങ്ങൾ നശിപ്പിക്കപ്പെടുന്നതെന്ന് പാർട്ടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. SDPIയുടെ കൊടിമരങ്ങൾ ആസൂത്രിതമായി നശിപ്പിക്കുന്നതായി പാർട്ടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വളരെ സ്നേഹത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണെങ്കിലും മറ്റു സമുദായ സംഘടനകളൊക്കെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ബോധപൂർവ്വം ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആ കൊടിമരം നശിപ്പിക്കുകയും അവരുടെ കൊടി കീഴ്ക്കൊണ്ടു പോവുകയും ചെയ്തു. വളരെ ആസൂത്രിതമായിട്ട് ഇങ്ങനെ ഒരു കൊടിമരം നശിപ്പിച്ചതിന് പിന്നിൽ ഇവിടെ ആളുകൾക്കിടയിൽ ഒരു വൈരാഗ്യം ഉണ്ടാക്കുക എന്നുള്ള കുൽസിത താല്പര്യത്തോടുകൂടി സാമൂഹിക വിരുദ്ധരുടെ ശ്രമമാണ് എന്ന് തന്നെയാണ് പാർട്ടിയെ വിലയിരുത്തുന്നത്. SDPIയുടെ 16ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക കൊടിമരമാണ് കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. 4 മാസം മുമ്പ് ജനമുന്നേറ്റ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി വെസ്റ്റ്പാറയിൽ സ്ഥാപിച്ചിരുന്ന പതാകയും സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും തങ്ങളുടെ കൊടിമരം നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നാട്ടിൽ സമാധാനാന്തരീക്ഷം തകർക്കാനും മനഃപൂർവ്വം സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ആസൂത്രിത നീക്കമാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ കൃത്യമായ അന്വേഷണവും ശക്തമായ നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണം. പാർട്ടി പ്രവർത്തകർക്കെതിരെ നിരവധി കള്ളക്കേസുകളാണ് പോലീസ് ഇതിനോടകം ചുമത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നടത്തിയ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ നിരവധി കേസുകൾ ഇപ്പോൾ ചാർജ് ചെയ്യുകയാണ്. ഇതിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത SDPI മണ്ഡലം പ്രസിഡന്റ് സിറാജ് മുണ്ടീരുമ, നജി സന്യാസിയോട, അൻസാരി ആരംപുളിക്കൽ, അമീൻ കരീം എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.